ഇപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. പിന്നെ അവിടെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും ഹ്യൂഗോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല. ഇന്നൊരു നമ്മൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ ഹൗ മേക്ക് കേക്കാണ്. അതായത് ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അത്ര ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് വെച്ച് ലാസ്റ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയത് ചെറിയൊരു അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വളരെ ആവശ്യമില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് വിടാം. ഇതൊക്കെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാർലൈസിൻ്റെ പാക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഒരു പാലും പാക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ അത് നമ്മുടെ സോഡ പൗഡർ ആവശ്യമുണ്ട് കേട്ടോ. ഇത് മൂന്ന് മാത്രം മതി നമ്മളുടെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതേവിടെ എക്സ്ട്രാ 2 പാക്കറ്റ് പാർലേജിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൽ 4 പീസായിട്ട് വരിക. പിന്നെ ഇവിടെ ഒരു മിക്സി ഉണ്ട്. മിക്സിയിൽ നമ്മളിത് പൊടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് പൊളിക്കാം. ടോട്ടല് 6 പീസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇത് പൊടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എടുക്കുന്നു. Could it be more than just one night? Kissing the cab ride, head turning left right. അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തം അടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചതൊക്കെ അതിലേക്ക് അങ്ങ് ഇടാം. Makes me remember how much I missed you. Hope you're planning to stay for a million days. അങ്ങനെ നമ്മൾ അതായത് മുഴുവൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ പാലിൻ്റെ ഒരു ഗ്ലാസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കണ്ട് ഒഴിച്ചെടുക്കാം. അങ്ങനെ സോഡ പൗഡർ കുറച്ച് അതിലിട്ട് കൊടുക്കുക. കുറച്ച് മതി, നുള്ളിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് ഉപയോഗിച്ചിട്ടോ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് മൊത്തം ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയത്. പാത്രമൊക്കെ മാറ്റി, കാരണം നമ്മുടെ മൊത്തം പോയി. അപ്പോൾ മാറ്റിയതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചെറിയതായത് ഇത്രയും വലുപ്പമുള്ള ചെറിയൊരു പാത്രമാണ്. സോ ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പാരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാണ്ട്, അതായത് കുറച്ച് എണ്ണ പറ്റി കൊടുക്കണം സൈഡിലൊക്കെ. ഈ ഒരു സംഭവം ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കേക്ക് കേക്ക് മേക്ക് ചെയ്യാനുള്ളത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുലുക്കി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബബിളൊക്കെ ഉള്ളിൽ കിടന്ന ബബിളൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പഴയ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഴയ ചട്ടിയാണ്, കാരണം അതാന്നിട്ട് നമുക്ക് നല്ല സേഫ് ആയിട്ട് നല്ലത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഈ ഉപ്പൊക്കെ സൈഡിലേക്ക് ആക്കി കൊടുക്കുക. കുറച്ച് മതി, ഞാനിവിടെ കുറച്ച് എടുക്കണുള്ളൂ. ഇപ്പം നമ്മൾ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തരിക ഞാനിവിടെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മേക്കിംഗ് സംഭവം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഒരു മൂടി എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് നമ്മൾ ആദ്യം തീ കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞു. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. വാ, ചെറുതായിട്ട് മുകളിൽ ചെറുതായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രശ്നമില്ല, കേക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് റെഡിയായി. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കുന്ന ചൂടാണ്. അപ്പോൾ നമ്മൾ
ഇതൊന്ന് ഇതിലേക്ക് കൊട്ടി വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോൻ അടിപൊളിയായിട്ട് ഇതേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ആ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്രീം, ഈ കേക്ക് ഉണ്ടാക്കുന്ന ക്രീം കുറച്ച് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് അതിനെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് മൊത്തം മൂടി കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഓവറായി പോയെന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഓവറായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യണ പരിപാടിയും കൂടി ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. പിന്നെ അവിടെ കത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇടല്ലേ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത് മൊത്തം ഓവറായി പോയി. ഇതാണല്ലോ ഒരു ലോഡ് ഇതുണ്ടായിട്ടും കണ്ടം നമ്മളുടെ പീസ്, കേക്കിൻ്റെ പീസാണ് ഈ കാണുന്നത്. യോ വേറെ ലെവൽ. ഇനി ഞാനൊന്ന് ഈ കേക്ക് തിന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ കണ്ടം മുറിച്ച കണ്ടാണ് കാണുന്നത്. അതായത് അതിന് മുമ്പേ പൊങ്ങി. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാം. നിറക്കട്ടെ, ഒരു മിനിറ്റ്. സൂപ്പറാണ്, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രയ്ക്കും സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ രസകരമായിട്ടുള്ള ഒരു കേക്കല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. കാരണം ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇതിലും നല്ല കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ